ഞാനൊരു ഫാമിലി മാൻ അല്ലാന്ന് സുമി അങ്ങനെ ആയിരുന്നെങ്കിൽ രചനയെ എന്നെ ഒഴിവാക്കി മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി ചാർത്തിയാൻ. എനിക്ക് ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ലൈഫ് എൻജോയ് ചെയ്യുന്നു. ഇങ്ങനെ വിവാഹം എന്ന കെട്ടുപാടുകളിൽ ചെന്ന് വീണ് ലൈഫ് സ്പോയിൽ ചെയ്യാൻ ഞാൻ ഒരു കോരില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇപ്പോ ഒന്നിച്ചു നിന്ന് നേട്ടങ്ങൾ കൊയ്യും. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നല്ല ബന്ധം ഇല്ലാതാക്കുന്നത് വിവാഹം എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. സുമി ഇപ്പോഴും ആ പഴഞ്ചൻ സമ്പ്രദായത്തെ അംഗീകരിക്കുന്നു കേൾക്കുമ്പോ എനിക്ക് അമ്പരപ്പ തോന്നുന്നു. ഒരു സ്ത്രീയും പുരുഷനും ഉടമ്പടിയില്ലാതെ കുറെ വർഷം ഒന്നിച്ച് ജീവിച്ച് മടുത്ത് ഗുഡ് ബൈ പറഞ്ഞു പോകുമ്പോ നഷ്ടം ആർക്കാ? ആകാശ് അത് ചിന്തിച്ചിട്ടുണ്ടോ? പുരുഷനൊന്നും സംഭവിക്കുന്നില്ല. എനിക്ക് സുമിയെ മനസ്സിലാവുന്നു. അതെ, ആകാശ് സുമിയല്ല പെണ്ണിനെയാ മനസ്സിലാക്കാത്തത്. തൽക്കാലം നമുക്ക് ഈ ടോപ്പിക് ഇവിടെ നിർത്തിവെക്കാം. ഇപ്പോ രജനിയെ ഫോക്കസ് ചെയ്ത് ആകാശിനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇഷിത നിങ്ങള് ഞാൻ തന്നെ മനസ്സിൽ അമ്മ മഹേശ്വരൻ, നീ സാഹസൊന്നും കാണിക്കല്ലേ, അത് കുഞ്ഞിന് കേടല്ലേ. മഹേഷ്, മഹേഷ്. അതെ, മഹേഷ് പ്രിയാമണിക്ക് ജ്യൂസ് വാങ്ങിക്കൊടുക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയിരിക്കുക. ഇവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, അവളാ എന്നോടത് പറഞ്ഞത്. അവൾ എന്റെ പരിചയക്കാരിയാ. നമ്മള് ബന്ധുക്കളാണെന്ന് പറഞ്ഞപ്പോ നിന്നെ അവൾ എന്നെ ഏൽപ്പിച്ചിട്ട് അവള് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ഇനി ഞാൻ വിളിച്ചാലേ അവള് ഡോർ തുറക്കും. നിങ്ങൾ എന്തിനാ വന്നേ? അതെന്ത് ചോദ്യ? പെട്ടെന്ന് നിനക്കെന്തോ വല്ലായ്മ വന്നൂന്നോ, ബ്ലീഡിംഗ് ഉണ്ടായിന്നോ, നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിന്നൊക്കെ രചന വിളിച്ചു പറഞ്ഞ ഞാനത്. എന്നാ പിന്നെ ബന്ധുവായ ഞാൻ സുഖവിവരം അറിയാൻ വരേണ്ടതല്ലേ? നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എനിക്ക് പേടിയാ. ഇറങ്ങിപ്പോ. ഇങ്ങനെയാണോ നീ എന്നോട് പെരുമാറേണ്ടത്? ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല. നീ എന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചോളാം. ഇപ്പൊ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് മാത്രം. നീ ഒരമ്മയാവുന്നതിന് മുമ്പ് ലേ അമ്മയാവണമെന്ന് ആഗ്രഹിച്ചവളാ. അതിന് കാരണം എന്താണെന്നറിയാം? നീ പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞാൽ എന്റെ മുൻ മാധവന്റെ സമനില തെറ്റു. അതെന്റെ പേടിയെ. അവനൊരു കുഞ്ഞിന്റെ അച്ഛനായ ശേഷമാണ് നീ അമ്മയായതെങ്കിൽ അത് അത്ര വലിയ പ്രശ്നമാവില്ല. എന്ത് ചെയ്യാം? നീ എന്നെ മലർത്തി അടിച്ചോളൂ. ഞാൻ എന്താണോ പേടിച്ചത് അത് തന്നെ സംഭവിച്ചു. എന്റെ മകൻ എന്റെ മുഖത്ത് നോക്കി വഞ്ചിക്കുന്നത് വരെ വിളിച്ചു. അവനെന്നും മദ്യത്തിനടിമയാ. എനിക്ക് എന്റെ മകനെ കൈവിട്ടു പോയി. ഏതു നേരത്തും അവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. നീ എന്നെ തോൽപ്പിക്കായിരുന്നു. നിങ്ങളുടെ പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ റൂം വിട്ട് പോകാനേ പറഞ്ഞേ. ആരുടെയും കണ്ണിപ്പെടാതെ വരാനും അതുപോലെ പോകാനും തന്നെയാ ഞാൻ വന്നത്. മനസ്സിനെ പോവുകയും ചെയ്യും. എന്നെ കടന്നു പോ. മഹേഷ്, മഹേഷ്, ഇവരൊക്കെ എവിടെ പോയി? നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞേ? നീ കിടന്ന് ഒച്ച വയ്ക്കാതെ. അത് നിന്റെ കുഞ്ഞിന് തന്നെ ദോഷമായി വരും. നീ എന്തിനാടി എന്നെ ഇങ്ങനെ പേടിക്കുന്നേ? നിന്റെ ചേച്ചി എന്റെ വീട്ടിലല്ലേ ജീവിക്കുന്നേ? എനിക്ക് നിങ്ങളെ കാണുന്നത് വെറുപ്പാ. എന്നെ തോൽപ്പിച്ചിട്ട് ഈ കുഞ്ഞിനെ പ്രസവിക്കാന്ന് നീ കരുതുന്നുണ്ടോടി? എന്നെ തോൽപ്പിക്കാൻ നിനക്കെന്നല്ല യുദ്ധിക്കും കഴിയും. നിന്റെ വിധി ഞാൻ കുറിച്ചതാ. നീ പ്രസവിക്കില്ല. മനസ്സിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പ്രസവിക്കില്ലടി. അതിന് നീ ഉണ്ടായിട്ട് വേണ്ടേ നിന്റെ കുഞ്ഞിനെ ഈ ലോകത്തിന് വേണ്ടടി. ഇത് ഞാനാ മഹേഷ്. നോക്ക്, എന്തോ സ്വപ്നം കണ്ട് പേടിച്ചത്. ഇത് നമ്മുടെ റൂമാ. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഫ്ലാറ്റ്. ഇഷിത, നീ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. മഹേഷ്, കുറച്ച് വെള്ളം. മഹേഷ്, അവര് എന്നെ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും. ആരെ ഇഷിത സ്വപ്നത്തിൽ കണ്ടത്? താനിങ്ങനെ പേടിക്കാതെ. അതൊരു സ്വപ്നമാണ്. തന്നെ ആരും ഒന്നും ചെയ്യില്ല. തന്റെ കൂടെ ഞാനില്ല. നോക്ക്, തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ മഹേഷ് ഇല്ലാതാവണം. നിനക്ക് കാവലായിട്ട് ഞാനുണ്ട്. ആരുടെ നിഴലും നിന്റെ മേൽ പതി. മനസ്സിനെ ധൈര്യപ്പെടുത്ത്. എന്തിനും ഇഷിതയ്ക്ക് മഹേഷുണ്ട്. റിലാക്സ്. ഒരു പേടി സ്വപ്നം കണ്ട് ഇങ്ങനെ പേടിച്ചാലോ തന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയി. എനിക്ക് അങ്ങനെ ശക്തിയില്ല. എന്റെ ധൈര്യമൊക്കെ പോയി. എനിക്ക് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അതിനാരും തടസ്സമായിട്ട് വരും. ഇഷിതനെ വിശ്വസിക്ക്. തനിക്ക് എന്നെ വിശ്വാസമില്ല. ആരെ ഇഷിത സ്വപ്നത്തിൽ കണ്ടത്? രജനിയോ മഞ്ജുമേശിയോ? അല്ല, അവരാരെയല്ല. പിന്നിപ്പോ ആരാ ഉള്ളത്? താൻ പറയടോ. സ്വപ്നത്തിൽ വന്ന ആളോട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ തന്റെ മനസ്സിനെ പേടിപ്പിക്കുന്ന ആളാരാണെന്ന് എനിക്കറിയാം. അത് മനസ്സിനെയമ്മ. ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ കിടന്ന എന്നെ മനസ്സിനെയമ്മ കഴുത്തി ഞടിച്ച് കൊല്ലുന്നേട്ടാ ഞാൻ സ്വപ്നം കണ്ടത്. അന്നത്തെ ആ സംഭവം ഇപ്പോഴും തന്റെ മനസ്സിൽ. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അത് മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത ഷോക്ക് തന്നെ. ഇപ്പൊ താൻ പ്രഗ്നന്റ് ആയി. താൻ പോലും അറിയാതെ മനസ്സിനെ അപകടകാരിയായി ഉപബോധ മനസ്സിൽ തെളിഞ്ഞു. അന്ന് അവരൊരു കള്ളം പറഞ്ഞത് ഇഷിതയെ അവരുടെ കുടുംബത്തിൽ കയറ്റാതിരിക്കാൻ മാത്രം. അതിൽ കവിഞ്ഞ് മനസ്സിനിക്ക് മറ്റൊരു ഉദ്ദേശം. അവരുടെ കാര്യം കഴിയും. ഇനി അവർക്ക് തന്റെ പിന്നാലെ വരേണ്ട ഒരു കാര്യമില്ല. താൻ മറ്റൊരു വിവാഹം കഴിച്ചാൽ ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യം ആ സ്ത്രീക്ക് അറിയില്ല. എടോ, മനസ്സിനെ നമുക്കൊരു അപകടകാരിയല്ല. താൻ രചനയെ സ്വപ്നം കണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും കരുതായിരുന്നു. ആ ഒരു വെളിപ്പെടുത്തൽ തെറ്റായിരുന്നു എന്നതിന്റെ ഷോക്ക് തന്നെയാ തന്റെ സ്വപ്നത്തിലെ കാര്യം. താനതൊന്ന് മനസ്സിലാക്കുക. ഇനി സമാധാനമായിട്ട് കിടക്കും. നാളെ എനിക്ക് അവരെ പോയി കാണണം. എന്തിന്? അതിന്റെ ഒരാവശ്യമില്ല. ആശിച്ച് എനിക്ക് കാണാൻ പോവാലോ. കൂട്ടത്തിൽ ആ സ്ത്രീയെ കാണും. എന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ. പിന്നീട് എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാവില്ല. ഇന്നലത്തെ പോലെ ആടി ആടിയാണ് മധു വരുന്നെങ്കിൽ എന്റെ ശവം മാത്രമേ മധു കാണൂ. ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് തന്നെയല്ല. ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയാൻ എന്തിരിക്കുന്നു? നിങ്ങൾക്ക് ലജ്ജ എന്നൊരു വികാരമുണ്ടോ മനുഷ്യ? മറ്റൊരുത്തി ഓർക്ക് ജീവിതം മോഹിച്ചു കളയുന്നു. അവിടെ യോഗ്യനായ ഒരുത്തിന്റെ കൂടെ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അന്ന് ഒന്നും നിങ്ങൾക്കില്ലാതെ പോയതാണോ? കഴിഞ്ഞോ? തൃപ്തിയായോ? കഴിഞ്ഞെങ്കിലേക്ക് പോവാനാ? കഴിഞ്ഞില്ല. ഇനിയും പറയാനുണ്ട്. ഇഷിതെ തീരെ പ്രതീക്ഷിച്ചില്ല. ഏട്ടത്തി കുറച്ചു മുമ്പ് സ്കൂളിൽ പോയതേ ഉള്ളൂ. ഞാൻ ആശിച്ച് കാണാൻ വന്നതല്ല, മാധവിനെയും മനസ്സിനെയും കാണാൻ വന്നത്. ഇവളെന്തിനാ ഇവിടെ കയറി വന്നത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ ഒരു അക്ഷരം വേണ്ടി പോരുത്. വീട്ടിൽ വന്ന ഒരാളോട് എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളെ ഞാനത് പഠിപ്പിച്ച. ഞാൻ വന്നതിന്റെ പേരിൽ നിങ്ങൾക്കിടയിൽ ഒരു വഴക്ക് വേണം. എല്ലാരും കൂടി കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. മാധവുമായി എനിക്കുള്ളത് സൗഹൃദം മാത്രം. എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയനായിട്ട് പിന്നീട് ഞാൻ മാധവനെ കണ്ടിട്ടുള്ളൂ. അതിലേക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഇഷിതയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്ക് അറിയാതെയല്ല മറ്റൊരാളെ വിവാഹം കഴിച്ച് ഇഷിത ജീവിക്കുന്നു. പക്ഷെ എന്റെ ഭർത്താവിന് ഇഷിതയുടെ നിലപാടല്ല ഉള്ളത്. നിനക്ക് ഒരു തകരാറുള്ളതെന്ന് കേട്ടപ്പോ മുതല്
ഈ മനുഷ്യൻ മറ്റൊരാളായി കഴിഞ്ഞു. ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കുമ്പോ ഇനി അതാണോ ചെയ്യേണ്ടത്? എനിക്ക് ആരെയും നേരായ വഴിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാനിപ്പോ പ്രഗ്നന്റാ. എന്നോട് കാണിച്ച ചതിയൊക്കെ ഞാൻ എന്നെ മറന്നു. സ്നേഹം മാത്രം തരാൻ കഴിയുന്ന ഒരാളെ എനിക്ക് ഭർത്താവായി കിട്ടിയ ഞാൻ എന്തിനു വിരോധം വെച്ച് പെരുമാറണം? എന്നോട് അപരാധം ചെയ്ത ഡോക്ടർ ദേവികയോട് പോലും എനിക്ക് വിരോധമില്ല. എനിക്ക് മനസ്സിനമ്മയോട് അപേക്ഷിക്കാനുള്ളതാ. എന്നോട് നിങ്ങള് ശത്രുത വെച്ച് പെരുമാറരുത്. നിങ്ങൾ എന്റെ മനസ്സിൽ ഏൽപ്പിച്ച ഷോക്ക് കൊണ്ടാവണം ഞാൻ നിങ്ങളെ പേടി സ്വപ്നം പോലും കാണാറുണ്ട്. നീ എന്നെ പേടി സ്വപ്നം കാണുന്നുണ്ടെങ്കിലേ നിനക്ക് എന്തോ മാനസിക തകരാറുണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. നിനക്ക് എന്നെ കൊണ്ട് രാത്രി പൊറുതി മുട്ടിയെന്ന് സാരം. പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് നിങ്ങളാ. ഇങ്ങനൊരവസ്ഥയിൽ നിങ്ങളുടെ മുഖം എന്റെ മനസ്സിൽ വരുന്നതിൽ എന്താ സ്വാഭാവികതയുള്ളത്? നിന്നെ ഞാൻ വീണ്ടും ഉപദ്രവിക്കുന്നുണ്ടെന്ന് നീ വല്ലാതെ ഭയക്കുന്നുണ്ട്. ഇഷിതയുടെ മാനസികാവസ്ഥ ഏത് പെണ്ണിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രമാത്രം നിങ്ങൾ അവളെ ദ്രോഹിച്ചിട്ടുണ്ട്. ഇഷിതയുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ട് അന്ന് ദ്രോഹം ചെയ്തവരെ ഓർത്ത് ഭയം തോന്നുന്നു. സത്യം എന്താണെന്ന് പുറത്തറിഞ്ഞിട്ടും ഇഷിതയെ ആരും അത് അറിയിച്ചിരുന്നു. ഏട്ടത്തി പറഞ്ഞ് ഞാനത് അറിഞ്ഞിരുന്നു. മഹേഷ് പോലും ഒരു സർപ്രൈസ് ആയതുമായി ഞാൻ ഈ വിവരം പറയാൻ പലവട്ടം ശ്രമിച്ചത്. ഇഷിത എന്നെ കാണാനോ ഫോൺ എടുക്കാനോ തയ്യാറായി. മാധവൻ അമ്മയോട് പറയണം. എന്നെ വെറുതെ വിട്. ഞാൻ അല്പം സ്വസ്ഥത അനുഭവിച്ചോട്ടെ. ഞാനിപ്പോഴാണ് നിന്റെ പിന്നാലെ വന്നത്. നിന്റെ ഈ വരം എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പ്രസവിക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ കണ്ടു എന്ന് കാണിച്ചു തരാനല്ലേ നീ ഈ ഗർഭവും താങ്ങി പിടിച്ചോണ്ട് എന്റെ വീട്ടിലേക്ക് കയറി വന്നത്? നിന്റെ ഈ അഹങ്കാരത്തിന് തിരിച്ചടി കിട്ടാതെ എവിടെ പോവാനാ? എന്റെ പ്രാർത്ഥന അത് തന്നെയാ. നിന്റെ ഗർഭം എങ്ങും വെക്കാതെ പോവാൻ. ദുഷ്ടയായ സ്ത്രീ ഇങ്ങനെ ശപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അത് നന്നായി അമ്മേ. വെറുതെ ഇരുന്ന് അമ്മയുടെ വായില് കോലോട് കുത്താനല്ലേ അവള് വന്നത്. അല്ലെങ്കിൽ എന്തിനാ അവളോട് വരണം? നീ ഇങ്ങനെ അവസ്ഥയിലെത്തുമ്പോഴേ അവളെ മാനസികാവസ്ഥ മനസ്സിലാവും. അതിന് നിനക്ക് എങ്ങനെ ഗർഭമുണ്ടാവാനാടി? നീ അവളെ പറ്റി പറഞ്ഞ ഓരോ വാക്കും നിന്റെ തലയിലാ വന്ന് വിടാൻ പോകും. വേഗം ചെല്ല്. അവള് പുറത്ത് കാണും. കാത്തു കാത്തു കണ്ടതല്ലേ കാമുകി. അതേടി എനിക്കിപ്പോഴും അവളെ ഇഷ്ടം. ഞാൻ ഇപ്പോഴും മിഷിനെ സ്നേഹിക്കുന്നത്. മഹാഭാവി കൊള്ളം കലക്കാൻ വന്നത് അവള്. അതവള് സാധിച്ചിട്ട് പോയി. എന്റെ ദൈവമേ, അവളെ കൊണ്ട് കണ്ണീര് കുടിപ്പിക്കണേ. അമ്മ എന്താ ചിപ്പിമോളോടൊന്നും മിണ്ടാത്തെ? എത്ര നേരമായി ഞാൻ അമ്മയെ വിളിക്കുന്നു. അമ്മ എന്നോട് മിണ്ടുന്നു പോലും ഇല്ല. അമ്മേ അമ്മേ, ഞാൻ വന്നാൽ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ആദ്യേട്ടന് വിശേഷങ്ങൾ പോലും അമ്മ എന്നോട് ചോദിക്കുന്നില്ല. അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയ്ക്ക് സുഖമില്ലേ? ഞാൻ ഡാഡിയെ വിളിക്കാം. ഡാഡി വന്ന് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അമ്മയ്ക്ക് പനിയൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും ഒന്ന് എന്നോട് പറയമ്മേ. എന്നോട് മിണ്ടാതിരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ പറ്റുന്നു? ഒന്ന് മിണ്ടമ്മേ. എനിക്ക് എന്റെ കുഞ്ഞാവെ വേണം ഡാഡി. എനിക്കറിയില്ല മോളെ. എന്റെ കുഞ്ഞുവാവെ തരാൻ അമ്മയ്ക്ക് എനിക്ക് കഴിയുമെന്ന്. ഇഷിതാമ്മയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾ ആരെ ശ്രമിച്ചേ? അവരെന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം മഹേഷും ഇഷിതയോ